മിമിക്രി ആയിട്ടുമാണ് വാർഷികത്തിന് മൊത്തം പേരെടുത്ത് പയറ്റാൻ പോകുന്നത്. അപ്പുറത്തെ സജിജി മിമിക്രി ക്ലാസ് ഇപ്പോഴേ തുടങ്ങി കഴിഞ്ഞു. അതിന് അവൾക്ക് പ്രത്യേകിച്ച് മിമിക്രി കോഴ്സ് ഒന്നും വേണ്ടല്ലോ. നാത്തൂനെ, മിമിക്രിയിലൊക്കെ ഒരു മത്സരം വരികയാണെങ്കിലേ നാത്തൂനെ അവളെ തോൽപ്പിക്കണം. അയ്യോ, അതിനിപ്പോ എനിക്ക് മിമിക്രി ഒന്നും അറിഞ്ഞൂടല്ലോ സുഗുണ. അയ്യോ ചേട്ടത്തി, ഈ മിമിക്രി പഠിക്കാൻ വലിയ അഭ്യാസം ഒന്നും വേണ്ട. ആദ്യമായിട്ട് നോക്കണേ, സൂര്യോദയം. ഇനി അടുത്ത് പട്ടി വരയ്ക്കലാണ്. ഇനി കല്ലെടുത്തൊരു പട്ടിയെ. ഇനി അടുത്ത് പൂച്ചയാണ്, പൂച്ച. ഇനി പശു. ഇനി അടുത്ത് നിങ്ങൾ ആവശ്യപ്പെടണം, അല്ലെങ്കിൽ വേണ്ട, പശുവിന്റെ പാല് കിടക്കുന്നതാണ്. നോക്കണം. ഇത്രയും കാണിച്ചു കഴിഞ്ഞാ പിന്നെ സ്റ്റാർസിനെ എടുക്കണം. എന്തോ എടി താരങ്ങൾ അനുകരിക്കണമെന്ന് നോക്കണം. മമ്മൂട്ടി ചേട്ടൻ ഇഷ്ടമല്ലേ? ഞാൻ കാണിക്കാം. അല്ല എളുപ്പം. ഇരുമ്പാണിക്ക് പകരം മുളയാണി വെച്ചവൻ ചന്തു. ചന്തുവിനെ തോപ്പിക്കാനാവില്ല മക്കളെ. ചന്തുവിനെ തോപ്പിച്ചിട്ടുണ്ട് പലരും പല വട്ടം. ഈ മമ്മൂട്ടി ചേട്ടൻ ചെയ്യുമ്പോ കൈക്ക് പ്രത്യേക ഒരു ആക്ഷൻ ഉണ്ട്. ഇങ്ങനെ ചെളിയൊക്കെ കുഴയ്ക്കും പോലെ. കേട്ടാ ചേട്ടൻ ഇത് കാണിക്കണം. മമ്മൂട്ടി ചേട്ടൻ എളുപ്പമല്ലേ? എത്ര സിനിമയിൽ മമ്മൂട്ടി ചേട്ടൻ തന്നെ കാണിച്ചിരിക്കുന്നത്. എളുപ്പം. ഇരുമ്പാണിക്ക് പകരം മുളയാണി വെച്ചവൻ ചന്തു. ഇരുമ്പാണിക്ക് പകരം മുളയാണി വെച്ചവൻ ചന്തു. പറ്റില്ല. അടുത്തത് സ്വന്തമായിട്ട് കാണിക്കും. മണ്ടിപ്പെണ്ണേ. മോഹൻലാലിന്റെ ശബ്ദമായിരുന്നു. ഒത്തില്ലല്ലേ? കൊള്ളാം. ഒത്തില്ലെന്നോ? നല്ല യോജിപ്പായിരുന്നു. യഥാർത്ഥ മോഹൻലാലിനെ ഒരു നിമിഷം ഞാൻ തെറ്റിദ്ധരിച്ചു പോയി. അയ്യോ, എന്താ ഓർമ്മയുണ്ടോ ഈ മുഖം? ലീലാവതി നാത്തൂന്റെ മുഖം. അതല്ല ഡയലോഗ് ആ താരം പറയുന്ന ജയറാം. സുരേഷ് ഗോപി. ഏകദേശം അടുത്തെത്തി. നന്നായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്താണ്ടല്ലോ. കാണുന്നവർക്കും താരം ഏതാണെന്നുള്ളത് ഉടനെ പിടികിട്ടും. ഞാൻ എന്തായാലും ഇന്നു മുതൽ മിമിക്രി പഠിക്കാൻ പോവാ. മത്സരത്തിൽ എനിക്ക് അവളെ തോൽപ്പിക്കണം. ഓടിക്കേ, ഇത്തവണത്തെ വാർഷികത്തിനൊരു സൂപ്പർ സ്റ്റാറിനെ കൊണ്ടുവരിക എന്നുള്ളത് നമ്മുടെ അഭിമാന പ്രശ്നമായിട്ട് എടുക്കണം. അഭിമാന പ്രശ്നമായിട്ട് എടുക്കാം. പക്ഷെ എങ്ങനെ കൊണ്ടുവരും? അസാധ്യമായിട്ടൊന്നുമില്ല എന്നാണ് നെപ്പോളിയൻ ചക്രവർത്തി പറഞ്ഞിട്ടുള്ളത്. അതാര്? നെപ്പോളിയൻ. ഓ, മനസ്സിലായി. നമ്മുടെ ജംഗ്ഷനിൽ തട്ടിട നടത്തുന്ന നെപ്പോളിയൻ. യൂറോപ്പിനെ കിടുകിടാ ഉറപ്പിച്ച ചക്രവർത്തിയാ നെപ്പോളിയൻ. യൂറോപ്പ് എന്ന് വെച്ചാ അത് പറഞ്ഞൂടെ? ഇല്ല. യൂറോപ്പ് എന്ന് വെച്ചാൽ ഒരു ഭൂഖണ്ഡം. അപ്പൊ ഈ ഭൂഖണ്ഡം എന്ന് പറഞ്ഞാൽ ഏഷ്യ, യൂറോപ്പ്, വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക. അങ്ങനെ വരട്ട്. അപ്പൊ 2 അമേരിക്ക ഉണ്ടല്ലേ? ഓ സ്വാമിയേ ശരണമയ്യപ്പ. ഇവിടെ ഞാൻ വിളിച്ചു പറഞ്ഞു കളയും. അതൊക്കെ പോട്ട്. അപ്പൊ ഈ നെപ്പോളിയൻ എന്ന് പറയുന്ന ആള് സൂപ്പർ സ്റ്റാറുകളെയൊക്കെ വാർഷികത്തിന് വിളിച്ചിട്ടുണ്ടല്ലേ? ഇടിച്ച് കേട്ടറി ഞാൻ. അസാധ്യമായിട്ടൊന്നുമില്ല എന്ന് നെപ്പോളിയൻ ചക്രവർത്തി പറഞ്ഞിട്ടുണ്ട്. വേണോന്ന് വെച്ചാൽ നമുക്കും കിട്ടും ഒരു സൂപ്പർ സ്റ്റാറിനെ. അത് വലിയൊരു ആനക്കാര്യമൊന്നുമല്ല. എങ്ങനെ? അന്വേഷിക്കണം. അന്വേഷിച്ചാൽ കണ്ടെത്താൻ പറ്റും. ഒരു സ്റ്റാറിനെ വേണം അല്ലേ? ഏതെങ്കിലും സ്റ്റാറിനെ പോലെ വേഷമിട്ട് ഞാൻ വന്നാലേ? വരുന്നോണ്ട് കുഴപ്പമില്ല. പക്ഷെ തിരിച്ചു പോകാൻ പറ്റുന്നുള്ള കാര്യത്തിൽ സംശയം. അയ്യോ, എന്നെ കണ്ട സിനിമാ താരത്തെ പോലെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആര് പറഞ്ഞ്? ശാരദ. ശാരദയ്ക്ക് എന്നെ ഭയങ്കര മതിപ്പാണ്. ആണല്ലേ? അപ്പൊ ഒരു കാര്യം, ഭാര്യ തന്നെ വിളിച്ചിരുത്തിട്ട് ആ ഫംഗ്ഷൻ ഉദ്ഘാടനം ചെയ്ത് കാണിച്ചാൽ മതി. ഓടിക്കേ ചേട്ടാ, ഒരുമാതിരി കളിയാക്കല്ലേ. വ്യക്തിത്വം ചോദ്യം ചെയ്യരുത്. നടക്കുന്ന കാര്യം പറ. നീ വിചാരിച്ച ഒരു താരത്തിന് കിട്ടുമോ? അത് അപ്പോ ഒരു താരം വേണം. ഈ കോളനി തന്നെ ഒരു താരം ഉണ്ടല്ലോ. അപ്പൊ പിന്നെ വേറൊരു താരത്തെ അന്വേഷിക്കണം എന്തിനാ? അതേത് താരം? നാത്തൂൻ, ലീലാവതി നാത്തൂൻ.
നാത്തുവിന്റെ മുന്നിലെ ഏത് താരമാ ശോഭിക്കാൻ പോകുന്നത്? അല്ല അതൊക്കെ ശരി തന്നെ, പക്ഷേ എന്നെ അവള് വിളിക്കില്ലല്ലോ. ഇവിടുത്തെ സംഗതി ഇപ്പൊ അതല്ല. ഒരു താരവും ഇവിടെ വരാൻ പാടില്ല, ഒരു താരവും ഇവിടെ വന്ന് ഉദ്ഘാടനം നടത്താൻ പാടില്ല. അപ്പൊ നമുക്ക് താരങ്ങളെ വഴി തടയാം. അത് നടക്കുന്ന കാര്യമല്ല. എളുപ്പ വഴി ഞാൻ പറയാം. എന്താ? ഒരു താരത്തെ കൊടുക്കാന്ന് നമ്മൾ അങ്ങ് ഏൽക്കുക. ഏറ്റിട്ട് എന്താണെന്ന് ഞാൻ പറയാം. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള പോലെ അല്ല ശാരദ ഇപ്പൊ പറയുന്നത്. മടുത്തു. അന്യരുടെ കൂടെ നിന്ന് ജീവിക്കുക, ആ ജീവിതം മടുത്തു. സത്യവാ ശൗന്തളെ, ഇതൊരു ജീവിതമാണോ? സ്വന്തം കാശുകൊണ്ട് സ്വന്തം വീട്ടില് സ്വന്തമായി ഉണ്ടാക്കുന്ന ഭക്ഷണവും കഴിച്ച് സ്വന്തം കഷ്ടപ്പാടുമായി കഴിയുക, ആ ഒരു സുഖം എവിടെ? ആരുടെയെങ്കിലും ഔദാര്യത്തിൽ കഴിയുമ്പോഴുള്ള അടിമത്ത ബോധത്തോടുള്ള സുഖം എവിടെ? അല്ലേ? അയ്യോ, ഞാൻ മനസ്സിലാലോചിക്കുന്ന അതേ കാര്യങ്ങളെ ശാരദയും പറയുന്നത്. എങ്ങോട്ടെങ്കിലും രക്ഷപ്പെട്ടാൽ മതിയെന്ന് തോന്നുന്നു. ഏറിയ 2 ആഴ്ച, അതിനുള്ളിൽ സുഗുണേട്ടന് വിസ വരും. അതെ, ഒടിക്ക ചേട്ടനും വിസ പോലെ ഏതാണ്ട് വരും. അപ്പോ ഞങ്ങളും പോവും. നമ്മൾ പോയി കഴിഞ്ഞാ ലീലാവതി നാത്തൂന്റെ ഒരു അവസ്ഥ, അത് ആലോചിക്കുമ്പോഴാ ഒരു ടെൻഷൻ. നമ്മൾ തമ്മിൽ എന്തൊരു പൊരുത്താ. ഞങ്ങൾക്കും ടെൻഷനാ. ഞാനും ഒടിക്കച്ചേട്ടനും പോയി കഴിഞ്ഞാ സതിച്ചേച്ചിയുടെ അവസ്ഥ. ഞങ്ങൾ എത്ര പ്രാവശ്യം പറഞ്ഞൂന്നറിയോ ഞങ്ങളെ പോകാൻ അനുവദിക്കണേ ലീലാവതി നാത്തൂനേന്ന്? ഞങ്ങളെ പോലെ തന്നെ ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു. ഒരു ദിവസം രാത്രിയിലേ ഞങ്ങളെ ഒളിച്ചോടാൻ തീരുമാനിച്ചതാ. ഈശ്വര, ഞങ്ങളെ പോലെ തന്നെ ഞങ്ങളും തീരുമാനിച്ച് പ്ലാൻ ചെയ്തതാ, ആരും കാണാതെ വലിയാൻ. ഞാനും സുഗുണേട്ടനെ എണീറ്റ് പമ്മി ഇരുട്ടത്തൂടെ നടന്നു. ദൈവമേ, കറക്റ്റ് ഞങ്ങൾ ചെയ്തതുപോലെ. അപ്പോഴാണ് ഞങ്ങളുടെ കയ്യെ ഫ്ലവർ വേസിൽ തട്ടിയത്. ഞങ്ങളുടെ കൈ തട്ടിയതുപോലെ ഫ്ലവർ വേസ് താഴെ വീണ് പൊട്ടി. ഞങ്ങളുടെ അവിടെ അതുപോലെ തന്നെ. ശബ്ദം കേട്ടിട്ടേ ആ കേൾക്കും, അവിടെയും കേട്ടു. നാത്തൂനും നരേട്ടനെ എണീറ്റു. അയ്യോ, നമ്മുടെ രണ്ടുപേരുടെയും ജീവിതത്തിലെ എത്ര കൃത്യമായിട്ടാ കാര്യങ്ങൾ നടക്കുന്നേ. നരേട്ടനെ നാത്തൂനെ ഞങ്ങൾ ഒരുപാട് വഴക്ക് പറഞ്ഞു. അവരെ ഒറ്റയ്ക്കാക്കിയിട്ടേ പോകാൻ തോന്നിയില്ലോന്നും പറഞ്ഞു. ഞങ്ങളെ വേണ്ട, പറയണ്ട, അറിയാം നിങ്ങളെ വഴക്ക് പറഞ്ഞൊന്നായിരിക്കും അല്ലേ? വഴക്കോ? ഞങ്ങളെ തല്ലാൻ വരെ തുടങ്ങിയതാ. ആണോ? അയ്യോ, എന്തൊരു പൊരുത്തമല്ലേ. ഹലോ, അതെ, ഞാനൊരു കാര്യം പറഞ്ഞ 2 പേർക്കും എന്നോട് ദേഷ്യമൊന്നും തോന്നരുത്. എന്താ ചേച്ചി? അതെ, അന്യ വീട്ടിൽ അധികം എങ്ങനെ അടിഞ്ഞു കിടക്കുന്നത് ശരിയല്ല, മോശമാണ്. സത്യം പറഞ്ഞ സതി കുഞ്ഞിനും ലീലാവതി കുഞ്ഞിനും നിങ്ങളൊന്ന് പോയി കിട്ടിയാൽ മതിയെന്നായിരിക്കണം. അങ്ങനെ ലീലാവതി ചേച്ചിക്ക് കാണുമായിരിക്കും അങ്ങനെ ഒരു ആഗ്രഹം. പക്ഷെ സതി ചേച്ചി ഞങ്ങൾ പോന്നു എന്നറിഞ്ഞ അപ്പ വീഴും താഴെ. എന്താ? സതി കുഞ്ഞിനോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെന്ന്, ഇവരിഞ്ഞ് എന്നാണാവോ ഇവിടുന്ന് പോണതെന്ന്. എനിക്കത് നേരത്തെ തോന്നിയിരുന്നു. സതി ചേച്ചിയുടെ മുഖം ഈയിടെ കണ്ടാ തന്നെ അറിയാം, ആ മുഖത്ത് എന്തോ ഒരു ഇഷ്ടക്കേട് ഉള്ളതുപോലെ. ശകുന്തളെ, ഇനി എത്രയും പെട്ടെന്ന് പോകുന്നതാ നല്ലത്. അല്ല, നിങ്ങളെ കുറിച്ചും പറഞ്ഞു. എന്തു പറഞ്ഞു? ലീലാവതി കുഞ്ഞ് വളരെ ദേഷ്യത്തിൽ പറഞ്ഞു, കുറച്ച് ദിവസം കൂടി ക്ഷമിക്കും, എന്നിട്ട് നിങ്ങളോട് നേരിട്ട് പറയുന്നു വീട്ടിൽ നിന്ന് മാറി തരണോന്ന്. എനിക്കറിയാമായിരുന്നു. കാര്യങ്ങൾ രണ്ടിടത്തും ഒരുപോലെ തന്നെ ആയിരിക്കും എന്നല്ലേ? ഞങ്ങൾ പോവാതിരിക്കോ ചെയ്യും, അതിന് നിങ്ങൾക്ക് എന്ത് വേണം? ദേ, ഇമാതിരി തല്ലുകൊള്ളുന്ന വർത്താനം പറഞ്ഞു വന്നാലുണ്ടല്ലോ. അതിനിപ്പോ ഒന്നും പറയണ്ട, സ്ഥലം വിട്ടേ. ഓരോ കണ്ടുപിടുത്തങ്ങളായിട്ട് ഇറങ്ങിയേക്കും. അതല്ല, ഞാൻ ഇല്ലെങ്കിൽ എറിഞ്ഞ് തല പൊട്ടിക്കും. അല്ല, ഞാൻ അറിഞ്ഞത് തലമണ്ട ഏതായാലും പൊളിക്കും. ഒന്നുകൂടി പറഞ്ഞു നോക്കട്ടെ. അല്ല, ഞാൻ ഉപദേശമായിട്ട് വന്നോളൂ. അല്ല, നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ 2 വീട്ടിലെയും കാര്യങ്ങള് ഏതാണ്ട് ഒരുപോലെയാണ്. കറക്റ്റ്. വാ, നമുക്ക് പറഞ്ഞു തുടങ്ങാം. വാ. ഞാനൊരു സംഗതി ഒപ്പിച്ചിട്ടുണ്ട് ചേട്ടത്തി. എന്ത് സംഗതി? നമ്മുടെ ആ ചന്ദ്രനെ വരാൻ പറഞ്ഞു. ഏത് ചന്ദ്രൻ? ഈ ചെറിയ നമ്പർ ഇറക്കി കൃത്രിമം ഉണ്ടാക്കുന്ന ചന്ദ്രനില്ലേ, അവനെ വിളിച്ചിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. എന്ത് കാര്യം? നാളെ അസോസിയേഷൻ ഓഫീസിൽ അവൻ വരും, അവിടെ വെച്ച് കാര്യങ്ങൾ പറയും. സുഗുണ അണ്ണനെ കാണണം. ആളാരെന്ന് പറ. ചന്ദ്രൻ, കൃത്രിമ ചന്ദ്രൻ.
ഓ നീയാണല്ലേ കൃത്രിമചന്ദ്രൻ? അതെ. ആ ചെല്ലേ, സ്റ്റുഡന്റ് സാറേ മോളിലുണ്ട്. ചെല്ല് ചെല്ല്, ചെല്ല്. ശരി. ആ, നീ വന്നാടേ പയ്യൻ. ശാരദേ വാ. ദാ വരുന്നു സൂണേട്ടാ. ദേ, സംഗതിയൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടാ. ആ. ശാരദേ, ആ കൊടു കൊടു. ദേ നഗറിലെ ചുമരിലൊക്കെ ഈ പോസ്റ്റർ നന്നായിട്ട് ഒട്ടിക്കണം കേട്ടോ. അക്കാര്യമൊക്കെ ഈ ചന്ദ്രൻ ഏറ്റു. എത്രയോ പോസ്റ്റർ ഒട്ടിച്ച് തഴക്കവും പഴക്കവും വന്നവനായി ചന്ദ്രൻ. നോക്ക്, നിനക്ക് കഴിവ് തെളിയിക്കാൻ കൈവന്നിരിക്കുന്ന അവസരമാണ്. ഇതിൽ നീ വിജയിച്ചാ പിന്നെ ദിവസവും ഓർഡറുകൾ ഇങ്ങനെ വന്നോണ്ടേയിരിക്കും. ഊമക്കത്ത് ഏതറിയോ? പിന്നെ അതാ എന്റെ സ്പെഷ്യാലിറ്റി. എന്താ എഴുതണോ? ആ വേണ്ട വേണ്ട വേണ്ട, ഇരിക്കുന്നതിന് മുമ്പ് കാല് നീട്ടണ്ട. പയ്യെ തിന്നാ പനയും തിന്നാം. ആ. അത് മതി. എന്നാൽ ഇന്ന് എന്നെ ഇതൊക്കെ ഒട്ടിച്ചേക്കാം. ആ, എന്നാ സൂണെണ്ണ പോട്ടാ. ശരി. ഓ ശരിടാ ശരിടാ. ഓ. ഒരു കണക്കിന് ഇവൻ ആളൊരു സിംഹം തന്നെ അല്ലേ? സിംഹം എന്ന് പറഞ്ഞാൽ അറിഞ്ഞൂടെ? സിംഹം എന്ന് പറഞ്ഞാൽ പുലി. പോയി ചായ എടുത്തുണ്ടോ? അങ്ങനെ ശ്രീലങ്കയിൽ പുലി ആക്രമണം. മതി, പോസ്റ്റർ യുദ്ധം വിജയിച്ചു. ചുവരുകൾ മൊത്ത അഴിമതി കഥകൾ. ഹാപ്പിയായി. അവളും തിരിച്ചാരെങ്കിലും ഇറക്കുവോ? ഏയ്, അതിനുള്ള ചങ്കൂറ്റൊന്നും അവർക്കില്ല. ഏതായാലും ഞാൻ വേറൊരു ടെക്നിക്ക് കൂടെ പ്രയോഗിക്കാൻ പോവുകയാണ്. എന്ത് ടെക്നിക്ക്? ശാരദയെ വിട്ടൊന്ന് കമ്പനി അടുപ്പിക്കാൻ പോവുകയാണ്. ആരെ ആരെ കമ്പനി എടുപ്പിക്കാൻ? സതി ചേച്ചിയെ. സത്യേച്ചി, ആ എന്താ? ഞാൻ വന്നതേ ദേ, വേണ്ട വേണ്ട, വിരലും പോലും ഒന്നും വേണ്ട. എനിക്ക് ചേച്ചിയെ കൊണ്ടൊരു ആവശ്യം ഉണ്ടായിരുന്നു. അയ്യടാ, ചേച്ചിയെ കൊണ്ട് ആവശ്യം. ദേ വേണ്ട, തെരഞ്ഞെടുപ്പ് സമയത്ത് എന്തൊക്കെയാ പറഞ്ഞത് ഒന്നും ഞാൻ മറന്നിട്ടില്ല. ചെല്ല, വീട് പിടി. ചെല്ല. അല്ല ചേച്ചി, ഞാനല്ല വില്ല്. പോ പോ, വീട് പിടി. ചെല്ല ചെല്ല, പോ പോ. കേറി പോ, അങ്ങോട്ടൊക്കെ കേറി പോ. ചെല്ല, കേറ. ഓ ഞാണ്. അയ്യ, സതി അവക്ക് അറിഞ്ഞൂടാ. ഒരു വൈരാഗ്യം വന്നു പോയാൽ ആജീവനാന്ത വൈരാഗ്യവാ. പാമ്പിന്റെ പകയാ എനിക്ക്. ചേച്ചി ഇത്രയ്ക്ക് മണ്ടിയായി പോയല്ലേ? എന്റെ സതിമോളെ, ഇങ്ങനെ വെട്ടൊന്നും മുറി രണ്ടെന്നും പറഞ്ഞുകൊണ്ടിരുന്ന ജീവിതത്തിൽ ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല. ചേച്ചി, രാഷ്ട്രീയത്തില് മിത്രത്തെ മിത്രമാക്കി നിർത്തുന്നതിലല്ല, ശത്രുവിനെ മിത്രമാക്കുന്നതിലാണ് കാര്യം. അതെ, നമ്മുടെ കൂട്ടർക്കല്ല, പ്രതിപക്ഷത്തിന് വേണം കാര്യങ്ങൾ സാധിച്ചു കൊടുക്കാൻ. അപ്പോഴേ ഭരണം മാറുമ്പോഴും അവരിങ്ങോട്ട് പരിഗണന തരൂ. ഈ പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മില് പുറത്ത് കാണാൻ പറ്റാത്ത രീതിയിലുള്ളൊരു സൗഹൃദമുണ്ട് ചേച്ചി. ഇപ്പൊ രാഷ്ട്രീയത്തില് പ്രതിപക്ഷ നേതാക്കളും ഭരണകക്ഷി നേതാക്കളും തമ്മിൽ കാണുമ്പോ തല്ലുകൂടുമെന്നാണ് വിചാരം. അങ്ങനല്ലേ? അയ്യോ എന്റെ മോളെ, ഇന്ന് നമുക്ക് ഭരണമുണ്ട്, നാളെ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഉള്ള കാര്യമാണ് നമ്മൾ ഇപ്പോൾ ചിന്തിക്കേണ്ടേ. അതെ, എന്ന് വെച്ചാ വേണ്ട. എനിക്കെല്ലാം മനസ്സിലായി. ആ പേടിച്ചു പോയി. അത് തന്നെ, ഞാനും അതുകൊണ്ടല്ലേ നോക്കിയിരുന്നത്. ശാരദക്കുട്ടി എത്രമാത്രം പേടിക്കുമെന്ന് എനിക്കൊന്ന് അറിയണമായിരുന്നു. ഈ സജിച്ചേച്ചി അങ്ങനെയാണ്, ചിലപ്പോ ഉണ്ടല്ലേ പിള്ളേരെ പോലെ. അല്ല, അപ്പൊ സത്യത്തിൽ വഴക്ക് പറഞ്ഞതല്ലേ? ഫസ്റ്റ് സത്യത്തിൽ വഴക്ക് പറയുന്ന ഇങ്ങനെ വല്ലോ ആണോ? സതിമോള് സത്യത്തിൽ വഴക്ക് പറയുന്നൊന്ന് കാണണം. ഒന്ന് രണ്ട് പ്രാവശ്യം ഞാനും കണ്ട്. ആ അത് തന്നെ, ഈ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചാ പോലും ഇത്രയും വലിയ സ്ഫോടന ശക്തി കാണത്തില്ല. അപ്പൊ എന്റെ ശാരദക്കുട്ടി ചേച്ചിയോട് പറ, ശാരദക്കുട്ടിയുടെ എന്താഗ്രഹം ഈ ചേച്ചി സാധിച്ചു തരേണ്ടത്? ഇത്തവണത്തെ വാർഷികത്തിനെ പാട്ട് പാടാനൊരു അവസരം തരണം. ഇത്രയേ ഉള്ളോ? ഏറ്റുമോളെ, അക്കാരി സാധിച്ചേച്ചി ഏറ്റു.